ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റെസിപ്പി പൂർണ്ണമായി മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് വിശദമായി പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷേ അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് കുറച്ച് ഇങ്ങനെ നീളത്തിലുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ബോൺ ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചില്ലി സോസ്, ചില്ലി ഗാർലിക് സോസ് ആട്ടോ. ചില്ലി ഗാർലിക് സോസും ടൊമാറ്റോ സോസും, പിന്നെ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും. ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. എല്ലാതും ഓരോ ടീസ്പൂൺ വീതം എടുത്താൽ മതി. കാരണം ഒരുപാട് മസാല ഫ്ലേവറൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ല മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും 1 ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി ലൈം ജ്യൂസ് നമുക്ക് എടുത്തിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായി കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം. ഉള്ളിലേക്കൊക്കെ നന്നായി പോകണം. ഇനി നമുക്ക് അത് വേവിച്ചെടുക്കണം. ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. വേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേവണം, പക്ഷെ നിങ്ങൾ ഒരുപാട് വെന്ത് പോണ്ട. ഒരു 6-7 മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി വരും. ആ വെള്ളം ഊറി വന്ന് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് വയ്ക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമ്മൾ ആ വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. അതാണ്. അപ്പോൾ ചിക്കൻ ഒരുപാട് വെന്ത് പോവില്ല. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ മസാലകളും ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ രുചി കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുമുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമേ നമുക്ക് ഇതിൽ കോട്ടിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചൂടെടുത്തിട്ടും പിന്നെ ശരിക്കും കോട്ടിങ് പിടിക്കണമെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും. ഇനി നമുക്കിത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടത് മൈദ, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് വെള്ളം, ബ്രെഡ് ക്രംസ്. അപ്പോൾ മൈദയും ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലെക്സ് ഒക്കെ ചേർക്കാം കേട്ടോ. അതുപോലെ ഓട്സ്, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താം. പക്ഷേ ബ്രെഡ് ക്രംസാണ് കുറച്ച് രുചി കൂടുതൽ. മറ്റേതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മൈദക്കൂട്ടിൽ ഈ വേവിച്ച ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കണം. പക്ഷെ നമുക്ക് കുറച്ച് നന്നായിട്ടുള്ളൊരു കോട്ടിങ് ചിക്കൻ്റെ മുകളിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെള്ളത്തിൽ മുക്കി അപ്പം തന്നെ എടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ മൈദയിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കുന്നത്. അതും വേണമെങ്കിൽ 2 തവണ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ 1 തവണ ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ട് കോട്ട് ചെയ്യണം. ആ രീതിയിൽ എല്ലാതും നമ്മൾ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് വറുത്തെടുക്കേണ്ടത്, വെളിച്ചെണ്ണയിലല്ല. വെളിച്ചെണ്ണയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേരുമ്പോൾ നമുക്ക് ഇതിനെ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു മടുക്കുന്ന ഫീല് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുക്കുമ്പോൾ എപ്പോഴും റിഫൈൻഡ് ഓയിൽ വറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പെട്ടെന്ന് വറുത്തെടുക്കാം, കാരണം ചിക്കൻ വെന്തിട്ടുള്ളതാണ്. പിന്നെ പുറത്തുള്ള ആ മൈദ കോട്ടിങ്ങൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു ബ്രൗൺ കളറിലേക്ക് വരാനും വേണ്ടി മാത്രമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകും. ആ രീതിയിൽ നമ്മളിത് വറുത്തെടുക്കുക. ഇത് വെജിറ്റേറിയൻസിനെ പനീർ വെച്ച്, കോളിഫ്ലവർ വെച്ച്, മഷ്റൂം വെച്ചിട്ടൊക്കെ ഈ രീതിയിൽ ചെയ്യാം. അതുപോലെ ചേന വെച്ച് ചെയ്യാം. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ നോൺ വെജിറ്റേറിയൻസിന് ചിക്കനും മട്ടനും ബീഫും എല്ലാതും
ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിലുണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു അരമണിക്കൂർ പോലും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.